ശ്രീ ടി പി ശ്രീനിവാസൻ നയതന്ത്രത്തിൽ കൂടി ചേരുന്നു. ശ്രീ ശ്രീനിവാസൻ, ഇപ്പോൾ അഭിനന്ദനെ നാളെ മോചിപ്പിക്കുമെന്ന പാർലമെന്റിൽ പാക് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അദ്ദേഹം കുറച്ചൊരു സമാധാനപരമായ ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. നമ്മളും യുദ്ധകാഹളമൊന്നും മുഴക്കുന്നില്ലല്ലോ. നമ്മളും അദ്ദേഹത്തെ വിടണം എന്നുള്ള ഒരു ആവശ്യമല്ലാതെ അതിൽ കൂടുതലായി ഇപ്പോൾ ആക്രമിക്കുമെന്നോ യുദ്ധം തുടരുമെന്നോ എന്നൊന്നും നമ്മളും പറഞ്ഞിട്ടില്ല. അപ്പോൾ പൊതുവെ ഒരു ഡിസൈസീവ് ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്ന് രണ്ടു കൂട്ടർക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. ഒന്നാമത്. രണ്ടാമത്, പുറത്തു നിന്നുള്ള ശക്തികളുടെ വലിയ വലിയ സമ്മർദ്ദം രണ്ട് രാജ്യങ്ങളുടെ മേലുമുണ്ട്. പ്രസിഡന്റ് ട്രംപ് പേഴ്സണലായിട്ട് ഇതിനകത്ത് ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ട്വീറ്റ് ചെയ്തുകൊണ്ടിരുന്നു, നല്ല വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടൽ അതുപോലെ മറ്റു രാജ്യങ്ങളുടെ ഇടപെടലും ഉണ്ടായെന്ന് വരാം. പക്ഷെ എന്തായാലും ഒരു യുദ്ധത്തിനുള്ള ഒരു മനസ്ഥിതി ഒരുപക്ഷെ ഫെബ്രുവരി 14 ഉണ്ടായിരുന്ന ആ വികാരമല്ല ഇന്ന് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും ഇത് ഒരു സഹായകരമായി വരും. ഒരു പക്ഷേ ഇതൊരു പുതിയ ഒരു അധ്യായത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെ കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ഈ മോചനം സമാധാന സന്ദേശമായി എന്ന് തന്നെയാണ് ഇമ്രാൻഖാൻ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. രണ്ട് രീതിയിൽ അതിനെ കാണുകയും കൂടി വേണം. ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി രാജ്യാന്തര തലത്തിൽ തീർത്തും ഒറ്റപ്പെട്ട പാകിസ്ഥാൻ ഇപ്പോൾ നയതന്ത്രത്തിൽ ഞങ്ങൾ ആദ്യം സമാധാനം എന്ന് പറയുന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നു. ഏതായാലും അത് പോസിറ്റീവാണ്. നാളെ ഇന്ന് സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാന്റെ ഈ ഇപ്പോഴുള്ള നടപടി വളരെ പോസിറ്റീവായി കാണാം. അഭിനന്ദനം വിട്ടയക്കാമെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ നയതന്ത്ര വിജയമാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് ഈ രീതിയിൽ പാകിസ്ഥാനെ കൊണ്ട് പറയിപ്പിച്ചതിൽ? അല്ല, അതൊരു വിജയം എന്ന് കണക്കാക്കാൻ കഴിയും. എനിക്ക് തോന്നുന്ന ഒരു ഡ്രോ ആണെന്നാണ്. വിജയം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉദ്ദേശം പല ഉദ്ദേശങ്ങളും നമുക്കുണ്ട്. 3 കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അപ്പൊ അത് നേടിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള പിന്തുണ എല്ലാ കാര്യങ്ങളിലേക്കും പ്രചരിക്കണമെന്നില്ല. അതൊരു പ്രത്യേക തരത്തിലുള്ള പിന്തുണയാണ്. അപ്പൊ യുദ്ധത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പിന്തുണ പെട്ടെന്ന് അപ്രത്യക്ഷപ്പെടും. അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ വിജയം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും പ്രധാനമന്ത്രി ഇതിനെ ഭംഗിയായി കൈകാര്യം ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായം ഇന്ത്യയിൽ മുഴുവൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് തീർച്ചയായും രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുകയും ചെയ്യും. ശ്രീ ശ്രീനിവാസൻ, ഒരു സംശയം ബാക്കിയാവുന്നത്, ഇപ്പോൾ നാളെ ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദനെ തിരിച്ചു നൽകുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നു. ആ മടങ്ങിവരവോടെ ഈ അതിർത്തിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു വിരാമം ഉണ്ടാകുമോ? അതുകൂടി ഈ സമാധാനത്തിന് കാംക്ഷിക്കുന്ന പാകിസ്ഥാൻ അതിനുകൂടി നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? അത് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊക്കെ പലതരത്തിൽ ഇതൊന്നും പറയുന്ന ഒന്നും അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ചുകൂടല്ലോ. പലപ്പോഴും ഒരു ആക്രമണം നടത്തുന്നതിന്റെ ഒരു മറയായി പോലും ഇതൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ആക്രമണം നടത്തുന്നില്ല എന്ന് അവർ പറയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉടനെ സമാധാനം പൊട്ടിപ്പുറപ്പെടുമെന്നും നമുക്ക് ആഗ്രഹിച്ചുകൂടാ. ഒരുപക്ഷെ ഇതൊരു പ്രത്യേക ഒരു ടാക്ടിക്കൽ മൂവായി എന്നും വരാം. പക്ഷേ പൊതുവേ ഉള്ള ഒരു അഭിപ്രായം ലോകത്ത് മുഴുവനും ഉള്ളത് ഈ 2 ആണവായുധ രാജ്യങ്ങളെ തമ്മിൽ യുദ്ധം ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതൊരു വിജയമെന്ന് പറയാൻ കഴിയില്ല. 1998 മുതലുള്ള ഒരു മാറ്റത്തിന്റെ, ലോകസ്ഥിതിഗതികളുടെ മാറ്റത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ 3 സേനാ മേധാവികളും അല്പസമയത്തിനുള്ളിൽ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. ഒരു പക്ഷേ ഇന്നലെ മെനിഞ്ഞാന്ന് നമ്മൾ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടേക്കുമെന്നും പറയുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങി വരുന്ന ഘട്ടത്തിൽ അത്തരത്തിലുള്ള നടപടികൾ അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? അതെനിക്കറിയില്ല. അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അതൊരു യുദ്ധത്തിന്റെ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് യോജ്യമല്ല. പക്ഷെ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെയും ഫെബ്രുവരി 14 ഒരു വികാരമല്ല ഇന്ത്യയിൽ നിന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റുകളൊന്നും അവർ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അവർക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. കാരണം ഇദ്ദേഹത്തിനെ എങ്ങനെ വെടിവെച്ചിട്ടു, അതെങ്ങനെ നഷ്ടമായി എന്നുള്ള കാര്യത്തിന് രാജ്യത്തോട് മറുപടി പറയേണ്ട ആവശ്യമുണ്ടല്ലോ. വിശേഷിച്ച് ഈ MiG-21 പറ്റി പൊതുവെയുള്ള അഭിപ്രായം ഇത് പറക്കുന്ന ശവപ്പെട്ടികളാണെന്നാണ്. അപ്പൊ അങ്ങനെ വിട്ടിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റനെ F-16 മുമ്പിലേക്ക് തള്ളി വെച്ചത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. നന്ദി ശ്രീനിവാസൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു.